നല്ല മൂവിയായിരുന്നു. ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക്. തീർച്ചയായും ഒരു മറ്റേ സമകാലികമായിട്ടുള്ളൊരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. കാണാം. പറയല്ലേ, അടുത്ത തലമുറ പഠിക്കട്ടെ. എല്ലാ തലമുറകളും പഠിക്കണം. നമ്മുടെ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും നല്ലത് വരണം. എല്ലാവരും അടിപൊളിയാണ്. ഞാനല്ലല്ലോ പറയണ്ടത്, നമ്മളിത് അഭിനയിച്ച പടമല്ലേ. കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നു. സന്തോഷം. ഓക്കെ, സൂപ്പർ, അടിപൊളി. സൂപ്പറായിട്ട് നൈസായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, മുഖ്യമന്ത്രികളൊരു അടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടമായി. പടം കുഴപ്പമില്ല, പടം അടിപൊളിയാണ്, കണ്ടിരിക്കാം. നമുക്കൊക്കെ ഇപ്പോൾ കണ്ടിരിക്കാന്നതിലുപരി ഒരു സിനിമ കണ്ട് 2.5 മണിക്കൂർ അതിനെപ്പറ്റി ചിന്തിക്കാനും ഒരവസരം ഒരുക്കിയിരിക്കുകയാണ് സിനിമ മെമ്പേഴ്സ്. പിന്നെ അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതുകൂടെ സുരേഷ് ഗോപി സാറ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പടം കാണാൻ പറ്റി. അത് നല്ലൊരു സന്തോഷമാണ്. സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള അഭിനയമാണ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. ഫാമിലി ഓഡിയൻസിന് ഫാമിലി ആയിട്ട് തന്നെ വന്ന് ആസ്വദിക്കാവുന്ന ഒരു നല്ലൊരു സിനിമ. സെക്കൻഡ് ഹാഫാണ് സിനിമ കുറച്ചുകൂടെ എൻഗേജിങ് ആവുക. ഫസ്റ്റ് ഹാഫ് കഥ പറഞ്ഞു വെക്കണുള്ളൂ. സെക്കൻഡ് ഹാഫിൽ എൻഗേജിങ്. അതെ, തീർച്ചയായും കാണാവുന്ന പടമാണ്. തിയേറ്ററിൽ വന്ന് ഫാമിലി ആയിട്ട് തന്നെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടം. സുരേഷിൻ്റെ ഇപ്പോൾ അടുത്ത് വെച്ച് കണ്ടില്ല, നല്ലൊരു മികച്ചൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. നല്ലൊരു ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി ഇതായി നമുക്ക് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് കാണാൻ ശരിക്കും നമ്മൾക്ക് ത്രില്ലിംഗ് ആയിട്ടിരിക്കും. ഇൻട്രസ്റ്റിംഗ് മൂവിയാണ് തീർച്ചയായും.